ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2025 കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ സാമൂഹ്യ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അപ്പം ഈ കേരള PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന പദ്ധതികളാണ്. അപ്പം പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ജീവനി പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. കോളേജ് വിദ്യാർത്ഥികളാണ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി പദ്ധതി. മറക്കരുത്, ജീവനി പദ്ധതി. അടുത്ത് നമുക്ക് നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം പഠിച്ചു വെക്കുക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? പ്രചോദനം പദ്ധതി കേട്ടോ. പ്രചോദനം പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രചോദനം പദ്ധതി. അപ്പോൾ പഠിച്ചു വെക്കണം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. പ്രചോദനം പദ്ധതി. മറക്കരുതേ. അടുത്ത ചോദ്യം, അടുത്ത ഒരു പദ്ധതിയാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി കേട്ടോ. ആർദ്രം പദ്ധതി സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ആർദ്രം പദ്ധതി. അപ്പം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഈ ആർദ്രം പദ്ധതി. അപ്പോൾ ഒന്ന് എന്താണെന്നുള്ള ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി. അടുത്ത പദ്ധതി നോക്കാം. കുട്ടികളുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ കേട്ടോ. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. അപ്പോൾ എന്താണ്? കുട്ടികളുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. അടുത്ത നമുക്ക് നോക്കാം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹ്യ പിന്തുണ നൽകുന്നതിനുള്ള പരിപാടിയുടെ പേരെന്താണ്? സർഗവസന്തം കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടിയാണ് സർഗവസന്തം. അടുത്ത പദ്ധതി നമുക്ക് നോക്കാം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സ്വച്ഛ് ഭാരത മിഷൻ ഗ്രാമീൺ കേട്ടോ. സ്വച്ഛ് ഭാരത മിഷൻ ഗ്രാമീൺ പഠിച്ചു നോക്കുക. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. അടുത്ത പദ്ധതി നോക്കാം. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ് ആർദ്രം പദ്ധതി. അപ്പം എന്താണ് അവിടെ പഠിച്ചത്? അതായത് ഗുണമേന്മയുള്ള
രോഗികൾക്ക് വേണ്ടിയുള്ള ഗുണമേന്മയുള്ള ചികിത്സയും അതുപോലെ തന്നെ സൗഹാർദ്ദപരമായ ഇടപെടലും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആർദ്രം പദ്ധതിയുടെ മറ്റൊരു പോയിന്റാണ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏതാണ്? കീർത്താഡ്സ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീർത്താഡ്സ് പഠിച്ചു നോക്കുക, കീർത്താഡ്സ്. അപ്പോൾ കീർത്താഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം എന്താണ്? കേരളത്തിലെ, നോട്ട് ചെയ്തോണേ, കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ, നോട്ട് ചെയ്തോണേ, കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനമാണ് കീർത്താഡ്സ് കേട്ടോ, നോട്ട് ചെയ്തോണേ, കീർത്താഡ്സ്. അടുത്തത് നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അഗതിരഹിത കേരളം കേട്ടോ, പഠിച്ചു വെക്കണം. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അഗതിരഹിത കേരളം. കെ സ്മാർട്ട് എന്നല്ല, കെ സ്മാർട്ട് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി. അപ്പോൾ കെ സ്മാർട്ട് പദ്ധതി എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് കേട്ടോ, കെ സ്മാർട്ട്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് കേട്ടോ. അപ്പോൾ പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ ഭിത്തിയിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. അപ്പോൾ പുനർഗേഹം പദ്ധതി എന്താണ്? ഞാൻ ഒന്നുകൂടെ പറയാം. പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ ഭിത്തിയിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരായിരിക്കും? മത്സ്യത്തൊഴിലാളികളാകുമ്പോൾ ആരായിരിക്കും? തൊഴിലാളി കുടുംബങ്ങളാണ് ഈ പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. അടുത്തത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി കേട്ടോ. അത് ഓർത്തു വെക്കാമല്ലോ. അത് പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ അല്ലേ, ഷുഗർ ബാധിച്ച കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് ഷുഗർ വരാൻ കാര്യം എന്താണ്? മിഠായി കഴിച്ചല്ലേ. അപ്പോൾ മിഠായി കഴിക്കുന്നതിനും ഒക്കെ ഒരു നിയന്ത്രണം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താണ് അത് ചികിത്സിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ ചികിത്സാ പദ്ധതിയുടെ പേരാണ് മിഠായി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രമേഹം അഥവാ ഷുഗർ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ആരോഗ്യ പദ്ധതി ഏതാണ്? ആക്ഷാധാര പദ്ധതി കേട്ടോ, ആക്ഷാധാര പദ്ധതി. അപ്പോൾ പഠിച്ചു നോക്കണം. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ആരോഗ്യ പദ്ധതി ഏതാണ്? ആക്ഷാധാര പദ്ധതി. അപ്പോൾ ആക്ഷാധാര പദ്ധതി എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ, ആക്ഷാധാര പദ്ധതി എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ മിഠായി പദ്ധതി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പ്രമേഹം ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി, അതായത് പ്രമേഹം ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി കേട്ടോ. അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് ജസ്റ്റായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതായത് 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസത്തേക്കാണ് കോഴ്സ് വരുന്നത്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്. ഇനി വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ കമ്പനി ബോർഡ് LGS ഒക്കെ നോട്ടിഫിക്കേഷൻ നാളെ വരുന്നതാണ്. അതുപോലെ തന്നെ VFA, ബെവ്കോ LDC, തിരുവിതാംകൂർ LDC, അതുപോലെ തന്നെ പ്രിസൺ ഓഫീസർ, ഡിഗ്രി ലെവൽ എക്സാംസ്, ഇതിന് വേണ്ടിയൊക്കെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡെയിലി 1 hour ക്ലാസ് കാണും. ലൈവ് ക്ലാസ് ആയിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കാണും, PDF നോട്ട്സുകൾ കാണും, ലൈവ് ഡിസ്കഷൻസ് കാണും. എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസത്തേക്കായിരിക്കും ക്ലാസ് വരുന്നത്. അപ്പോൾ ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു നമ്പറിലേക്ക് 88 48 93 85 96, ഒന്നുകൂടെ പറയാം, 88 48 93 85 96 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിലേക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ലിങ്കും ബാക്കി പ്രൊസീജിയർ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ലൈവ് സെക്ഷൻ ക്ലാസ്സാണ്. ലൈവ് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. അതായത് നമുക്ക് യൂട്യൂബിൽ
അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത ക്ലാസ്സുകൾ ഒരുപാട് കാണുമല്ലോ. അതായത് നമുക്കിപ്പം മന്ത്ലി കറണ്ട് അഫയേഴ്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് എത്ര വേണേലും റിപ്പീറ്റ് ചെയ്ത് ലൈവായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്ലാസ്സാണ്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 200 രൂപ. ഇനി വരുന്ന 6 മാസത്തേക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ 6 മാസത്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വയോമിത്രം, അടുത്ത പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ള നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കായുള്ള കേരള സർക്കാരിൻ്റെ ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. അപ്പോൾ വയോമിത്രം പദ്ധതി എത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ പഠിച്ചു വെക്കണം. 65 വയസ്സാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. വയോമിത്രം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? 65 വയസ്സിന് മുകളിലുള്ള നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കായുള്ള കേരള സർക്കാരിൻ്റെ ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. അടുത്ത സ്നേഹസ്വാന്തനം പദ്ധതി. സ്നേഹസ്വാന്തനം പദ്ധതി എന്താണ്? കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. സ്നേഹസ്വാന്തനം പദ്ധതി എന്താണ്? കേരളത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഈ സ്നേഹസ്വാന്തനം പദ്ധതി. അടുത്ത് നോക്കാം. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാനം മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന പദ്ധതിയാണ് സ്കോളർഷിപ്പ് പദ്ധതിയാണ് വിദ്യാസമുന്നതി കേട്ടോ. വിദ്യാസമുന്നതി. അപ്പോൾ പഠിച്ചു നോക്കുക. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും വേണ്ടി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് വിദ്യാസമുന്നതി കേട്ടോ. വിദ്യാസമുന്നതി. മയക്കുമരുന്നുകളുടെ വിതരണവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? യോദ്ധാവ് കേട്ടോ. പഠിച്ചു വെക്കണം. യോദ്ധാവ് സ്ഥിരമായിട്ട് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് യോദ്ധാവ്. റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് യോദ്ധാവ് കേട്ടോ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം നടത്തുക എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ് കേട്ടോ. റെഡ് റിബൺ ക്ലബ്ബ്. പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ് കേട്ടോ. റെഡ് റിബൺ ക്ലബ്ബാണ്. അടുത്തത് ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ്. നമ്മൾ പറയാം, അടുത്തിടെ കേട്ടിട്ടുണ്ട്, കുറിപ്പടിയില്ലാതെ ഇനിയൊരു മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്ന് ലഭിക്കുന്നതല്ല. അത് ഈ ഓപ്പറേഷൻ അമൃതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത് നടപടി എന്ന് പറയുന്നത്. അടുത്തത് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ എത്രയാണ്? 1600 രൂപയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 1600 രൂപയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? 1600 രൂപയാണ്. 1600 രൂപയാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉണർവാണ് കേട്ടോ. പഠിച്ചു വെക്കണം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉണർവാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഇതാണ് കെ സ്മാർട്ട് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ് കെ സ്മാർട്ട്. പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പഠിച്ചു വെക്കുക. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? കെ സ്മാർട്ട് ആണ് കേട്ടോ. കെ സ്മാർട്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനുമായി
പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ കേട്ടോ, സി വിജിൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് ആണ് താമസ സൗകര്യം നൽകേണ്ടത്? 150 പേർക്കാണ്. പഠിച്ചു വെക്കണം. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്കാണ് താമസ സൗകര്യം നൽകേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 150 പേർക്കാണ്. അടുത്ത് നോക്കാം. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇ ക്യൂബ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ക്യൂബ്. പഠിച്ചു നോക്കുക. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇ ക്യൂബാണ്, ഇ ക്യൂബ്. അടുത്തത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അതായത് നമ്മൾ 2025 കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ സാമൂഹ്യക്ഷേമ പദ്ധതികളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ട് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട, അത് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്യുക. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മളൊരു ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. 200 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് 6 മാസത്തേക്ക്. ഈ 88 48 93 85 96 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിട്ടേക്കാം. ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. കോഴ്സിന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.